അപ്പോൾ ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സുഖം. ഇന്നും സുഖം. അതിനിടെ നമ്മളെ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡീഷൻ അതിൻ്റെ തുടക്കം ഡിസ്പ്ലേ സീരീസിൻ്റെ 2.0 അതിൻ്റെ എത്രാമത്തെ പാർട്ടാണ് ആദ്യമായിട്ട് നമുക്ക് എന്നെ കളിച്ചില്ല. ഈ സൗണ്ടിനായി ഇതൊന്നും വളർന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല, പോയിട്ടില്ല. അതിന് താഴെ എഴുതുന്നുണ്ടായിട്ട് വേറെ ഉണ്ടായിട്ട് അതവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായിടാ, അതോടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇടാം, ഇതൊന്നും ആയിട്ടില്ല. അവിടെ ഓക്കെ, നമുക്ക് നേരെ പോയി ഇന്ന് നമ്മളൊരു ബ്രീഡർ ഉണ്ടാക്കാമായിരിക്കുന്നത് ഗൈസ്. ബ്രീഡർ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് ഗൈസ്. ബ്രീഡർ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. മാറി നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ വീടെവിടെ ഉണ്ടെങ്കിൽ അവിടെ അയ്യോ കുഞ്ഞാവൊക്കെ ഉണ്ട്. കുഞ്ഞാവ് നമുക്ക് എന്തായാലും നേരെ അങ്ങനെ പോയേക്കാം. നടക്കണ്ടല്ലേ, നടക്കണം. പിന്നെ മരം വേണം ഗൈസ്. മരം ഇപ്പോൾ ഇല്ല, തീരില്ല. മരം പിടിക്കാൻ വേണ്ടി പോകണം. മുമ്പ് രാത്രി രാത്രിയായിട്ട് കിടക്കണം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒന്നുമില്ല. വാട്ട് ദ ഹെൽ ബ്രോ? പ്രേതം ഇതുപോലെ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ മറ്റേ കിടക്കുമ്പോൾ ആർക്കും വരുന്നുണ്ടാവുന്നേ. അവിടെ പ്രേതറോ, ഇവിടെ പ്രേതമോ? എന്നാ ഒന്ന് മാറുമോ? എനിക്കൊരു കിടക്കണമെന്നുണ്ട്. അതിനെ ഒന്ന് മാറുമെങ്കിലും ഉപകാരം വരുന്നു. ശരി, താങ്ക്സ്. പാവം ചെക്കൻ. കുഞ്ഞാവേ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഞാനാ വില്ലേജർ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശരി കേട്ടാ. അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ വില്ലേജർ വീട് ഉണ്ടാക്കുമ്പം ഒരു ടെക്സ്റ്റേഴ്സ് ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പം അന്നുണ്ടാക്കുമ്പോൾ തന്നെ ആയിരിക്കും ഒന്നും എനിക്കറിയില്ല, അതാണ് പറഞ്ഞത്. മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് ചെറിയ സംശയം. നമുക്ക് നോക്കി കേസ് കാവുന്നവളെ നോക്കിക്കിട്ട് അവിടെ ഗമ്മളഞ്ഞിനൊക്കെ ചെറുതായിട്ടുണ്ടേ എടുക്കാണ്ട്. അയ്യോ, ഇഷ്ടമുള്ള പശുക്കുട്ടൻ എൻ്റെ ഫ്രണ്ട് അടിക്കുന്നുണ്ട്. ഫ്രണ്ട് അടിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞാവേ, എൻ്റെ അമ്മയും അച്ഛനെ കൊന്നില്ലാട്ടാ, സോറി കേട്ടാ. എടാ ഇങ്ങോട്ട് അവിടുന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലപ്പാ, കൊണ്ടുന്നില്ല. അവിടെ ഉണ്ട്, ഇതാ എടുത്തോ. കൊന്നില്ല, ഒന്നും പിടിക്കണ്ട, അത് പഠിക്കണ്ട. ഇതാരിത് മുട്ടത്തോടെ മാറി. അയ്യോ രസമാണ്. ഇതാ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല വേറെ കാര്യം. മാന്തിട്ടവർക്കിട്ട് ഞാൻ കൊന്തലും ഏതാ ഹൈബ് ഇതെന്താ ചാടാത്ത ഓരോ നാളായേ മൈൻക്രാഫ്റ്റിലേക്ക് വന്നിട്ട്. അപ്പം നമുക്ക് ആവശ്യം വരും. ഞാൻ കുറേ നാളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എന്താ നടക്കണേ? അതൊന്ന് ഈ പോട്ടൊന്നും എടുക്കണം, ഫുള്ള് സെറ്റാക്കണോടാ. എന്തുവാണ് ഇത്? ഒരു FT ചെയ്യുന്നതിൽ ഞാൻ കുറച്ച് നാളായി അവൻ്റെ വീഡിയോയിൽ, ആ ചങ്ങായിയുടെ വീഡിയോയിലും കണ്ടിട്ട്. എന്താണെന്നൊക്കെ അറിയില്ല. ഇതിലും ബ്രീഡർ ആക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് ഗൈസ്. അതിന് ചെറിയൊരു ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ പണ്ടുണ്ടാക്കിയുണ്ടല്ലോ, അതിൻ്റെ കൊണ്ട് പോണ്ട അങ്ങോട്ട് പോണ്ട. സ്റ്റെക്കാവുന്ന ഒരു അനങ്ങുന്നില്ല, എന്താ അറിയില്ല അതിനകത്ത്. എന്തത് കൈ കൊണ്ട് ഞാനിത് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നു പട്ടി. മരങ്ങൾ മുറിക്കുന്നോടും മരങ്ങൾ നടുന്നുണ്ട്, പേടിക്കണ്ടാലും. ഒരു മരം മുറിച്ച 2 മരം നടുന്നുണ്ട്. 10 മരം നടാൻ വേണ്ടിക്ക് അതിൻ്റെ സാപ്ലിങ്സ് ഒന്നും അവർ തരുന്നില്ല. അത്യാവശ്യം ആവശ്യം ഉണ്ടാവല്ലേ. ഇതെന്തുവാണ് ഇത്? വല്ലാത്തൊരു മരം കേട്ടാ. അവിടുത്തെ എല്ലാ മരം ഒന്ന് മുറിച്ചായിട്ടാ എനിക്ക് വരാം. പോണ കാര്യം ഈ മരം മാത്രമേ മുറിക്കുന്നില്ല. പിന്നെ ഒന്നും കൂടി ഈ ഒരു മരം കൂടി. ബാക്കി മരങ്ങൾ ആവശ്യം വരും, ഒന്നും മുറിക്കണില്ല.
മരത്തിൻ്റെ ഫാമിൽ ഉണ്ടാക്കണമെന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുക? അത് മറന്നുപോയി. ബെഡ് റോക്ക് എഡിഷനും വുഡ് ഫാം ഉണ്ട്. അതിന് ബോൺ ഫാം വേണം. എന്നാൽ വുഡ് ഫാം ഉണ്ടാക്കാം. ഏത് വൈബ് അല്ലേ? അതിന് ബോൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ മോവ് ഫാം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മളെ സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കണം. ഈ രണ്ടിലേതെങ്കിലും ഉണ്ടാക്കണം. ഇതെന്തത് പട്ടി? അതൊക്കെ അടച്ചു വെക്കണം കേട്ടോ റീലി. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ചാടിപ്പോവും. എന്താ നോക്കിക്കൊണ്ടിരിക്കണ പോകും. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ വന്നോളും. ഇപ്പം നമുക്ക് ഇവിടുന്ന് കല്ലെടുക്കാം. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടം വരെ വയ്ക്കും. ഒട്ടും ചില ഇൻറ്റുള്ളിൽ നോക്കൂല. അതുകൊണ്ട് തന്നെ നല്ല കാര്യം. എടാ മുത്തേ, അയ്യോ ചാവല്ലേ മുത്തേ, നിന്നെയാണ് എനിക്ക് പ്രതീക്ഷ കേട്ടാ. നീ ഇങ്ങനെ തന്നെ നിന്നാലേ നടക്കൂ. അത് അങ്ങോട്ട് നിന്നേ. ഇവിടെ കൊടുക്കടാ പട്ടി. പട്ടി അവിടെ നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ ഇങ്ങോട്ടാ ഓടുന്നു പട്ടി. അടിച്ചിലോട്ടെ പട്ടി. പട്ടി തണ്ടി ഇങ്ങോട്ടൊക്കെ പട്ടി. അങ്ങോട്ട് പോട്. എടാ എങ്ങോട്ടാ പോണേ? നിന്നെ കൊണ്ടൊരു കോപ്പ്. നീ ചത്ത് പോകും. ഞാൻ വെറുതെ അത്ര ഇതെല്ലാം കൂടുതൽ റിപ്പയർ ആക്കി എടുത്തിനി. എന്നെ കൂടുതൽ ആവശ്യമാ. ആഹാ ഇതെന്തായാ എന്തോ ഇന്ന് ഇപ്പുറത്ത് എന്തോ ആക്കാൻ വേണ്ടി നിന്നതാണ്. ആ പശുവിനെ പിടിച്ച് വെച്ചില്ലടാ. പക്ഷെ പശുവിനെ ഓടിപ്പോയി തോന്നുന്നു. എന്തായാലും ആവട്ടെ, നമുക്ക് ഇപ്പം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ബാക്കി ചെമ്മടി എന്തോ ആയിപ്പോയി. നമുക്ക് ഞാൻ നേരെ പോയിട്ട് കറക്റ്റായി പോട്ട് ഹങ്കർ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കാൻ കാണില്ല. നമ്മളിങ്ങനെയാണ് നടന്നിട്ട് കുഞ്ഞാവനാരെയും കൊല്ലും. എടാ കുഞ്ഞി പൂച്ച നോക്കിയടാ. അതിൻ്റെ മേഖല കോഴാൻ കാണില്ല. അല്ലെങ്കിൽ ഹങ്കറില്ല. അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ കൂടുമായിരുന്നു ഇനി. നമുക്ക് വെച്ചിട്ട് ഇവിടെ വെക്കാം. വെച്ചാൽ നമുക്കിപ്പോൾ ആവശ്യം വെച്ചാൽ ഇതൊന്നും ആവശ്യമുണ്ടാവും. നമുക്കൊന്നും കൂടി ഉണ്ടാക്കണം. നമുക്ക് അവിടെ പണ്ടില്ല ഇതിൻ്റെ അത്ര ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല. അതാ വേറൊന്നും നോക്കി ഇങ്ങനെ പ്രശ്നമില്ലായിരുന്നു. എന്ത് കഷ്ടമാണ്. ക്ലാസ് വേണം തോന്നുന്നു. അതും കൂടി വേണം. വീട് ക്ലാസ്സിലത് ആക്കാൻ പറ്റും. ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ രസം. കച്ചമ്പടുത്തിക്കട്ടെ. നമ്മൾ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. അത് മാറ്റും. ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡാവണം. നല്ല ഫുഡ് കഴിക്കും. ഇവിടെ വരുന്നൊക്കെ താടാ. അവൻ്റെ താ പട്ടി. എനിക്ക് താ വേണം. എനിക്ക് പട്ടി തണ്ടി എനിക്ക് വേണം. ഇല്ലെങ്കിൽ തരുമോ? ഇവരെടുക്കാൻ വേണ്ടി വെറുതെ അല്ല എടുക്കുമ്പോഴേ ആരോന്ന് എടുക്കാൻ വേണ്ടി. നിനക്ക് ഫുഡ് വേണോ? നിനക്ക് ഫുഡ് തരൂല. അടിച്ചോടാ. ഫുഡ് എടുക്കണ്ട എനിക്ക്. ഞാൻ ഫുഡ് തരണമല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പോകണം. അവിടെ പോയിട്ട് ഞാൻ എടുക്കണം. സീരിയസ് ആയിരിക്കുമല്ല.
എന്നാലും ഇതിങ്ങനെ ഇരിക്കണം. ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പണിക്ക് പോലെ. ശരി. ബ്രോ കഴിക്കാതെ എടാ കുഞ്ഞിപ്പൂട്ടേ, എവിടെ പോയിടാ കുഞ്ഞിപ്പൂച്ചേ? ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ 2-3 ഓറഞ്ച് പൂച്ചകൾ പെറ്റിട്ട്. ഒരു കറുത്ത പൂച്ച, ഓറഞ്ച് പൂച്ചകൾ 3 കറുമ്പി അതിൻ്റെ അടുത്തുണ്ട്. 4 ഇപ്പം 4 ഉണ്ട്. പക്ഷേ വലുതായ അമ്മ കൊടുക്കുന്ന പറഞ്ഞത്, എന്താ ചെയ്യാറില്ല. നമുക്കിതാ ഇവിടെ എവിടെയായിട്ട് വെക്കണം കൈസ്. ഇവിടെ ആക്കാം. ഇത് നമ്മളെ നിരന്ന സ്ഥലമുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് എന്താ കൊടുത്താൽ ഒരു സ്ഥലം മാർക്കിങ് ചെയ്തിട്ട് അതിൻ്റെ മടിയിൽ എനിക്ക് അതങ്ങോട്ട് ഇടാനല്ല പറഞ്ഞു. അതിൻ്റെ പേരായിട്ട് 1 2 3 4 അപ്പോൾ അങ്ങോട്ട് ആക്കി നോക്കിയേക്കാം. 2 3 4 അങ്ങനല്ലേ. ഞാനൊന്നൊരു മിനിറ്റ് ഞാനതൊന്ന് പൗസാക്കി വെക്കുന്നുണ്ട്. 1 2 3 4 5 അതാണ് അങ്ങനെ തോന്നുന്നു. എൻ്റെ പണ്ടത്തെ വീഡിയോ അല്ലെങ്കിൽ FT ഗെയിമറിൻ്റെ വീഡിയോ നോക്കട്ടെ. എല്ലാം മറന്നുപോയി, എന്ത് ചെയ്യാനാ, എല്ലാം മറവി ഇപ്പോൾ നോക്കില്ല. ഞാൻ വീണ്ടും വന്നു, കുറച്ച് ആലോചിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇത് ഫുള്ളൊരു പ്രശ്നമാണ്. ഞാനത് നിങ്ങൾക്ക് പറയാം. ഫുള്ള് പ്രശ്നമാണ്. ഇതല്ല ഇപ്പം ഈ വില്ലേജിൻ്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് മാറുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ അതും പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഷീപ്പ് ഫാമും എല്ലാം അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പൊട്ടിച്ചെടുക്കുന്നത് ഞാനത് എന്തായാലും സംബന്ധിച്ചാൽ എനിക്ക് ഈ അയൺ ഫാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിനടുത്തുണ്ടാകണം. എൻ്റെ വീട് ഞാൻ മാറി പോലെ എന്തായാലും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം മുട്ട ഇങ്ങോട്ട് വന്നിട്ട് പറയാം. നമുക്ക് ഞാൻ പറയാം. പിള്ളേർക്ക് തോന്നുക പട്ടിയാണ്. നമ്മളോടല്ല അതിനോട് ഞാൻ വീട് മാറില്ല. അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും കുറച്ച് അങ്ങോട്ട് മാറി എടുക്കുന്നത്. എന്താ പറയുക, നേരത്തെ ഇത് ഭയങ്കര വലിയ സംഭവിക്കും. ഞാനിപ്പം അയൺ ഫാം അല്ല എൻ്റെ വീറ്റ് ഫാമും ഞാൻ പറയാന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സവാന അവിടെ അടുത്തുണ്ട്. സവാന കുറച്ച് അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോയോ കൈസ്. സവാനയുടെ അടുത്ത് എന്നുവെച്ചാൽ വേറൊരു ബയോമാണ്. ഇവിടെ കുറച്ച് കുറേ ബ്ലോക്ക് ദൂരത്തുമാണ്. അങ്ങനത്തെ നൈസ് 90 ബ്ലോക്ക് ദൂരത്ത് അങ്ങനെന്തുമാണ് വേണ്ട കയറിയത്. ഈ ബ്ലോക്ക് കളർ വ്യത്യാസം എല്ലാം അതേപോലെ തന്നെ തോന്നുന്നല്ലോ. ഇതെല്ലാം ഇവിടെയാണ് ഒരു സവാന ഒരു വൈപ്പ്. ഇവിടെ നമുക്കൊരു വീടങ്ങ് പണിയാൻ നമുക്ക് വീട് പണി. അതിന് മുമ്പ് ഞാനിപ്പോൾ ഇവിടെ വീട് പണിയുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് നമ്മൾ ഇത് പറയാം. നമുക്ക് ഇവിടെ നമുക്ക് ഉണ്ടാവുക എന്തായാലും ഇവിടെ അങ്ങ് പണിയാൻ നമുക്ക് ഇവിടെ പണിയാൻ നമ്മളെ കമ്പിയൊക്കെ സെറ്റിങ്സ് കേട്ട് സെറ്റിങ്സ് പോകണം. സ്ട്രീറ്റ് ആവുന്നില്ല, ഫ്ലാറ്റ് വേൾഡ് ഒന്നുമില്ല. ഇട അല്ലാട്ടെ കോർഡിനേറ്റർ ഷോഡ് ഇപ്പോൾ ഓക്കെ.
അങ്ങോട്ടാണ് നമ്മളിതുള്ളത്. നമുക്ക് ഇവിടെ സെറ്റാക്കാം. നമുക്ക് അങ്ങനെ എൻ്റെ ഷവലല്ല ഇട്ടങ്ങോട്ട് പോകണം. പോകണം നമുക്ക്. അതാണ് നമ്മൾ സംഭവിച്ചാൽ ഞാൻ വേണ്ട ഇത്ര വേണ്ട നമുക്കിപ്പം വെള്ളം വെച്ചിട്ടുണ്ട്. അതെ നമ്മൾ തന്നെ 1 3 4 ഞാനിപ്പം FT ഗെയിമർ ആ കാര്യം ഇത് കണ്ടുകൊണ്ടാണ് ഈ അക്കൗണ്ട്സ് ആയത്. 3 4 3 4 2 3 4 1 2 3 പിന്നെ അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് അത് ചെറിയൊരു പ്രശ്നമുണ്ട്. സംബന്ധിച്ചറിയാം അവിടെ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഭയം അല്ല. ആ സ്ഥലത്തേക്ക് എൻ്റെ എന്താ പറയുക 6 ചങ്ക്സ് മാത്രമേ എൻ്റെ ഇതാവുന്നുള്ളൂ. അതുകൊണ്ട് ആ ചെറിയ പ്രശ്നമാണ്. അത് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനത്തെ അതുകൊണ്ട് നമ്മൾ അതൊന്നും ശരിയാക്കണം. അത് അവിടത്തൊന്നും വളരെ രീതിയിൽ അവിടെ ഒന്നും ഇതാവില്ല. മറ്റേ പൊട്ടിയിട്ടുണ്ട്. മറ്റേ പൊട്ടുമ്പോൾ നമ്മൾ ഇതെടുത്ത് നമ്മൾ ഫുള്ളാക്കട്ടെ. നല്ല സംഭവമല്ലേ. ക്രീപ്പർ നല്ലോണം പേടിക്കും. പ്രത്യേകിച്ച് അങ്ങനെ സംഭവം അങ്ങനത്തെ സമയമാണ്. ക്രീപ്പർ നല്ലോണം ഉണ്ടാകുന്ന സമയമാണ്. അങ്ങനെയൊന്നുമില്ല. വെറുതെ പറഞ്ഞത് രണ്ടെണ്ണം ഒരുമിച്ചല്ലേ ഇതാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് നേരെ തിരിച്ചുകൊണ്ട് തിരിച്ചോട്ടെ. നമ്മൾ അവിടെ ഇങ്ങനെ നമ്മുടെ എത്തോടെ ഈ വഴിക്ക് നിങ്ങളെല്ലാം കണ്ടാൽ മതി. നമ്മളെ ആയുധം നമ്മൾ പുറത്തേക്ക് എടുക്കണം. അറിയാം ആയുധം കുഞ്ഞുള്ളത് കാണണ്ട. അല്ലെങ്കിൽ പ്രശ്നമാണ്. ആയുധം കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് കുഞ്ഞുള്ളവരൊന്നും അനുകരിക്കാൻ പേര് നമുക്ക് നമ്മളെ വീടിൻ്റെ ഇതല്ലേ പണ്ടേ ഇതെനിക്ക് അറിയായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായി കളിച്ചിട്ട് ഇതുകൊണ്ട് നമ്മൾ മറന്നു ചെയ്യാനാണ് നോക്കി ഒരവസ്ഥയാണ്. ഫുഡ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടാൻ ഇതോട്ട് നോക്കിയിട്ട് റേബിക്ക് എല്ലാം ആയിട്ടുണ്ട്. ആണ് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ നോക്കട്ടെ. ഇതാണ് നമ്മൾ ആവശ്യം. ഓളായിട്ടുണ്ട് തോന്നുന്നു. ഓളല്ല എല്ലായിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയുള്ളത് ഇതെടുക്കണം. ഇതെടുക്കണം. ആവശ്യമുണ്ട്. ഒന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് പേടിയെന്ന് ഒരുത്തം മാത്രം ഇവിടെ ഞാൻ നോക്കണ്ടേ. ഞാൻ വരണ്ടേ പട്ടിക്കൊണ്ട് പോയി പകുതികൾ പൊട്ടുന്നതാ. കിട്ടി. ട്രൈഡല്ല അവനവിടെ കൊണ്ടുവന്ന പഴകിലൂടെ ആവട്ടെ. എൻ്റെ വാങ്ങന്മാരിവിടെ ഉണ്ട്. ഇവരെ കൊണ്ടുവന്ന് ഉണ്ടാകും ആവട്ടെ. ഇവിടെ അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകണം.
അത്രയും പോവാം, നമുക്ക് പോവാം. പറ്റി ഞാൻ പോകില്ല. നിങ്ങൾ അവിടെ എത്തിക്കട്ടെ. അവിടം വരെ ഒന്ന് കൊണ്ടുപോട്ടെ. ഞാനല്ല മുന്നേണ്ട കൊണ്ടോ അവിടം വരെ എത്തിക്കട്ടെ. നമ്മൾ ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ ഒന്നുമില്ല. നമ്മളിവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എടുക്കുക. നമുക്ക് എടുക്കുന്ന ചെയ്യണം. അറിയില്ല പോകണം. അയ്യോ അങ്ങനെ എത്ര സമയം എടുക്കുന്ന അറിയോ? ഒരുത്തിനെ കൊണ്ടുവന്നിട്ട് കെട്ടിയാക്കാനും. എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്സാവണേ. അടുത്തെടുക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഈ സ്കൂളിൽ എന്തോ വരുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ സ്റ്റാഫാണ്. F50 കള്ളൻ്റെ സ്റ്റാഫാണ് ഞാൻ. അതിൻ്റെ എന്തിനാണ് പെട്ട് വീഡിയോ എടുക്കണ്ടേ? ശരിയാണ്. ഇതിലാവട്ടെ, നമുക്ക് എന്തായാലും ശരിയാകട്ടെ. ശരിയാവില്ല. അങ്ങോട്ടാണ് അയ്യോ മോനെ പൊട്ടിയെടുക്കടാ. എന്താ നമുക്കറിയില്ല എന്തെങ്കിലാവട്ടെ. മോനെ കല്ലുകളെനിക്ക് ഇനിയും ആവശ്യമുണ്ട്. കല്ലെനിക്ക് ഇനിയും ആവശ്യമുണ്ട്. ഞാൻ വെറുതെ എന്തിനാ സമ്പർക്കം? ഞാൻ വെറുതെ ഒരു കഠിനാവശ്യമായി ചേർക്കുമ്പോൾ കഠിനാവശ്യം വന്നത് എന്ത് ചെയ്യാനാണ്? ജീവിതത്തിൽ ഇങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. എന്ത് വൈദ്യ കല്ലിനെ പൊട്ടിക്കട്ടെ. നേരെ മുന്നായാൽ മതിയായിരുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതാ കല്ലെടുത്ത് 12 മതി. എന്താ ഇത് ഇടക്കിടക്കാണ് മിന്നി കളിക്കുന്നുണ്ട്. എന്താ അറിയില്ല, മിന്നി കളിക്കുന്നുണ്ട്. കണ്ട് എങ്ങനെയാണ് കേൾക്കേണ്ടത്? അയ്യോ അങ്ങനെ ഇത്രയുള്ളൂ. ഇനി ഇതൊന്നും കട്ടടക്കം
ഇങ്ങനത്തെ ഒരു പാൻറ് കൊണ്ട് ഹോട്ടലിൽ കാണിച്ചിട്ട് എന്ത് കഷ്ടമുണ്ടേ. അതെ ഒന്നും പറഞ്ഞില്ല. കടക്ക് പുള്ളിങ്ങ ആട്ടം ഓടണം. അതൊക്കെ ചെയ്യുന്നത് അടുത്തേക്ക് വേഗം. അയ്യോ അങ്ങനെ ഇത് കളഞ്ഞു പോയത് അറിയാണ്ട് ഇത് കളഞ്ഞു പോയേശേ. ഇനി കൊണ്ട് കൊടുക്കേണ്ട ആളുണ്ട്. വാങ്ങാൻ കൂടെ ആളില്ലല്ലോടാ. ആളുണ്ടാകാൻ പാടില്ല. ആരെയും കൊണ്ട് അടിച്ച് കണ്ടുപിടിക്കും. ഒറ്റ പിള്ളേർ തോന്നുന്നു പട്ടികളെ ഞാൻ പൊട്ടിയെടുക്കണോ. വന്നിട്ട് നമ്പറിനായിട്ടുണ്ട് 7 ഇതൊന്ന് ഫുഡ് കൊടുക്കാം. ഇങ്ങനെ പോയപ്പോൾ എനിക്കാവും എന്ന് പറയുന്നതുകൊണ്ട് കഴിക്കാം. ആണോ ഫുഡ് വേണം. 300 പട്ടിയാണ്. റിയലി എനിക്ക് ഇവിടുന്ന് വേണ്ട. റിയലി എൻ്റെ ഇത് പൊട്ടിക്കണം. എന്തുവാണ് ഞാൻ എന്തുവാ കളിക്കണേ. മുതലേ പാട്ടി തണ്ടി കളിക്കാൻ അറിയാമെങ്കിലും ഞാൻ കളിക്കണേ. അല്ലേ ഞാൻ കളിക്കണേ. വേറെ ഏനെയാണ് വേണ്ടത്. എന്നിട്ട് ഇത് പൊട്ടനായിട്ട് അതാണ് അതിൻ്റെ കഴിവ്. ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നായിപ്പോലെ ഞങ്ങൾക്ക് ഇതിലാണ് എനിക്ക് മൈൻക്രാഫ്റ്റ് ഒരു ശാന്തി സമാധാനത്തിൻ്റെ കളിയായതുകൊണ്ട് ഇത് കളിക്കുന്നത്. ശാന്തി സമാധാനം ഇല്ലാതാണ് ഇത് റിയലി. വേറെയാണത് റിയലായിട്ട്. കുറച്ച് പ്രശ്നം നിറഞ്ഞ ഗെയിമാണ് റിയലി. പണ്ട് ഞാൻ വിചാരിച്ച പൊട്ട ഗെയിം ഏതായിരുന്നു. ബ്ലേഡ് ഗെയിം ഇങ്ങനത്തെ ഗെയിം ഞാൻ കണ്ടില്ല. അമ്മ പൊട്ട ഗെയിം എന്നല്ല വിചാരിച്ചതിന്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ഗെയിമാണെന്ന്. പട്ടി നിന്നെ ഇതാക്കാൻ വേണ്ടിക്കല്ല. സ്ലാഷ് ചെയ്ത് നമ്മൾ എന്താക്കണം ഉണ്ടാശാണ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതും ബാക്കി എന്തായാലും നമ്മളത് മറന്നില്ല. എന്തായാവട്ടെ എക്സ്ട്രാ ഒന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അടിയിലേക്ക് ഇപ്പം കുഴിച്ച് വേണം. റിയലാണ് നല്ലതല്ല ഞാനിതെന്താക്കണ എൻ്റെ പറയുന്നുണ്ട്. എന്തെടുക്കാത് എന്നാൾക്ക് തീരെ കളിക്കാറില്ല. എന്താ അറിയാം തീരെ കളിക്കാറുണ്ടെന്ന് എന്തായാലും പ്രശ്നമുണ്ട് കാര്യമായിട്ട്. എല്ലാ പ്രശ്നം ഇപ്പം ഞാൻ
2 3 4 5 6 പിന്നെ ഇങ്ങോട്ടേക്ക് കുട്ടേട്ടാ രക്ഷ കുട്ടേട്ടാ എൻ്റെ കുട്ടേട്ടാ രക്ഷയ്ക്ക് കുട്ടേട്ടാ എന്താ കുട്ടേട്ടാ ഇങ്ങനെ കുട്ടേട്ടാ 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 ഞാൻ എന്താക്കാൻ വിചാരിച്ചു അതെന്തെടുക്കാൻ വിചാരിച്ചു എന്താ എടുക്കാൻ വിചാരിച്ചത് എന്തെടുക്കണം വിചാരിച്ചേ അവിടെ ഞാൻ എന്താ വിചാരിച്ചേ സാധനത്തിൻ്റെ പേരെന്താണ് ആ വില്ലേജറിൻ്റെ അതിൻ്റെ സാധനത്തിൻ്റെ പേര് അങ്ങനെ കുറേ ഉണ്ട് കുറച്ച് പ്ലാൻ കൂടെ എടുത്ത് നോക്കട്ടെ എന്നാണ് എനിക്ക് റെഡി ആവുന്നത് എവിടാ പ്ലാൻ എടുത്ത് നോക്കി ആ വന്നു കിട്ടി സാധനത്തിൻ്റെ പേരെന്നാണ് പറഞ്ഞേ എൻ്റെ പേരെന്നാരെയും പറയുമോ അത് പറഞ്ഞുതരുമോ സാധനത്തിൻ്റെ പേര് ആടാ ഗമ്മാണോ എന്താ കൊണ്ടുപോയിരുന്നു എത്ര നേരം വേണം ഞാൻ പോയി നാളേക്കുണ്ട് അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ കണ്ടത് പട്ടി അങ്ങോട്ട് പട്ടി ഇവർക്ക് ഇതിൻ്റെ ഇന്നല്ലോ ഉണ്ടായേ ഇതിങ്ങനല്ലോ എങ്ങനെയാണത് ഉദ്ദേശിച്ചത് മോനെ മനസ്സിൽ വെട്ടുപൊട്ടി ഒന്നും വരികയോ പട്ടി നിങ്ങൾ റെഡി ആവണം വേം വേലി ചാടാണ്ടിരിക്കണത് നോക്കണമല്ലോ ഒന്ന് റെഡിയാ ഇപ്പോൾ റെഡി റെഡിയാ അവിടെ നിന്ന് ആടം വീട് മുത്തുണ്ടോ സെറ്റാവില്ലേ എടാ മറ്റേ ആ മുത്തും സെറ്റാവ് എന്താ ആവല് ഇതെന്താ ആക്കുന്ന അറിയില്ല ഞാനിപ്പം അവിടുന്ന് 8 ബ്ലോക്ക് വരെ ഞാൻ പോയിട്ടുണ്ട് ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ ഉണ്ടാവില്ല ഇവിടുന്ന് ഇപ്പം
ഇവിടെ നമ്മളിതാ ഇവിടെ നിന്ന് 2 3 4 5 6 പോയിട്ട് നമുക്ക് 1 2 3 5 6 സൂര്യൻ കളിക്കുന്നുണ്ട്. അങ്ങനെ വരും. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹാളുകൾ ഉണ്ടാക്കാം. ഫുള്ളായിട്ട് ഹാളുകൾ ഉണ്ടാക്കുന്നുണ്ട്. വേറെ അങ്ങോട്ട് അടിഞ്ഞ് മാറ്റുക. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. എന്നുള്ളതിന് 2 3 അല്ല ഇവിടുന്ന് വരാം. ഇവിടുന്ന് 1 2 3 4 അത് വേണ്ട 7 8 1 2 3 4 5 6 6 എത്തില്ലേ? നമുക്ക് ഇത് എല്ലാ ഭാഗത്തും ആയപ്പോൾ 6 എത്തിക്കാം. 1 2 3 4 5 6 ഇപ്പോൾ അപ്പുറത്താത്തും 1 2 3 4 5 6 നമുക്ക് മുന്നോട്ട് നോക്കാം. ഇതിലോട്ടാണ് 1 2 3 4 5 6 2 നമുക്ക് ഒന്ന് ഫുള്ളായിരുന്നു. ഇഷ്ടംപോലെ ബാക്കി എടുക്കണ്ട. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ളൊന്ന് ഫിനിഷാക്കി ഫുള്ളൊന്ന് ഇതാക്കണം. ഒരു സ്റ്റോറേജ് ഉണ്ടാക്കണം. ഫസ്റ്റ് എന്തെങ്കിലും റെഡിയാക്കട്ടെ. അയാൾ ഇങ്ങനെ നല്ല കൈസ് എൻ്റെ വീലങ്ങനെ കുഞ്ഞാടി ഇപ്പം അങ്ങനെ സെറ്റായില്ലേ? അല്ല ഈ ഭാഗം കൊടുത്തിട്ടാണല്ലേ. അങ്ങനെ back. ഇഷ്ടമുണ്ടല്ലോ. ഇതും കൂടി ആക്കിയതല്ലേ. ഇതും കൂടി ഇവിടം വരെയാണ്. ഇവിടം വരെ തന്നെ ആർക്കറിയാം. 2 3 4 5 6 ഇവിടം വരെ തന്നെ മനസ്സിലാക്കാം.
1 minute. മോനെ കാട്ടുകാരൊന്ന് ഇതാക്കണം ഇതുകൊണ്ട് ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കമ്പനി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഗൈസ് ഇതിപ്പോൾ ഇങ്ങനെയുണ്ട്. ഇതാ നമ്മുടെ ഒരു സംഭവത്തിലുണ്ട്. നമുക്ക് ഈ മുകളിലേക്ക് പോകാൻ സെറ്റപ്പ് ആകുന്നുണ്ട്. എന്താണെന്ന് നമുക്കിങ്ങനെ എന്താ പറയുക, അതൊന്നും നമുക്ക് ഒറ്റ ഗൈസ് പറയല കൊല്ലോ എന്താച്ചുണ്ടായല്ലോ പറഞ്ഞാ ശരിയാ രാത്രി ആയിട്ടാ. ഇവിടെ ഒന്ന് കടന്നുറങ്ങാം ഗൈസ്. എന്താ പറയുക, കടന്നുറങ്ങാം കടന്നുറങ്ങാമല്ലേ. മതിയില്ല അല്ലെങ്കിൽ മതിയില്ല. ഇവിടുത്തെ ഒരിടത്തോ നിങ്ങൾ സംഭവത്താൽ ഇത് നമ്മൾ വന്നിട്ട് കഴിവുണ്ട്. ബുദ്ധി ഓഫ് ബുദ്ധി, മൈ ബുദ്ധി ബ്രാ. പ്രശ്നമാണല്ലേ എന്താ നിങ്ങളൊക്കെ ചെറുതായിട്ട് ഇതും കൂടെ അങ്ങോട്ട് എടുത്ത് മാറ്റി തരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതുകൊണ്ടൊന്ന് മാറ്റട്ടെ. ഇതാ ഇവിടെ കൂടെ ആക്കിയിട്ടുണ്ട്, ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടെ ആൾക്കാർ എന്നെ ഫുൾ സെറ്റാവും. പൊന്നോ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ആക്കണേ എത്ര ഇത് പോയെന്നറിയോ. 3 പിക്കാക്സിൻ്റെ പോയി എല്ലാം കൂടിയിട്ട് 3 വേണം. ഡയമണ്ട് ലൈഫ് സെറ്റ് ആവണം കൈസ്. ഇല്ല പറയാം, ഡയമണ്ടിൽ പെട്ടെന്ന് ആക്കണം. ബ്രീഡർ ഫാം എന്തായാലും ആക്കേണ്ടി വരും. പിന്നെ അയൺ ഫാം ഉണ്ടാക്കണം, ഫുൾ സെറ്റാക്കണം. എന്നാലും നമുക്ക് എൻചാൻറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ നല്ല സെറ്റാക്കണം കൈസ്. എങ്ങനെ സെറ്റാക്കണം? ബ്രീഡറാണല്ലോ അതിന് തുടക്കം എന്ന് പറഞ്ഞാൽ. ബ്രീഡറിന് തുടക്കം ബ്രീഡറാണ്. എൻ്റെ കൈ കടച്ചിട്ട് കൊണ്ടുവരണം. എന്തിനാവട്ടെ ക്രീപ്പർ വന്നിട്ട് പൊട്ടിത്തെറിച്ച് പ്രശ്നമായി തീർന്ന് ഇതൊക്കെയായി. ഇങ്ങനെ വെക്കും. ഇവിടുത്തെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ ഉണ്ടാവുക. അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഓക്കെ ഉണ്ടല്ലോ വെച്ചാൽ അവിടെ പോകുന്ന ചില അത് സെറ്റായി. ഇനി വീണ്ടും ഞാൻ രണ്ടാമത് ആദ്യം മുതൽ നമുക്ക് ബൈ ബ്രോ.
അതാണ് സംഭവിച്ചാൽ കാതുമുന്നിൽ അവിടെ പോയിട്ട് 2 ഇനം എടുക്കണം. അത് ഞാൻ എടുത്ത് കേട്ടാം. കിട്ടിയാൽ കിട്ടിയത് ക്രീപ്പർ വന്നിട്ട് തന്നെ അടിച്ച് കൊള്ളാനൊക്കെ അവനായി ലാസ്റ്റ് എന്തോ ആയി രക്ഷപ്പെട്ട് ആയിട്ടുണ്ടായി. നമ്മളിപ്പോൾ സെറ്റപ്പ് മാമ്പോയിൽ ഒന്നുകൂടി കൊണ്ടുവരട്ടെ. പാടി അതിലൂടെ പോയിട്ട് പാറയും വന്നെടുക്കാം. അങ്ങനെ പോവാം. കുഞ്ഞിപ്പാറ്റ വരും. കുഞ്ഞിപ്പാറ്റ വന്നിട്ട് അതിനോട് പോകും. മറ്റവർക്ക് ധൈര്യക്കൂടി വരാൻ പറ്റില്ല. നമ്മളെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയവരാണ് അവർ. നമ്മളിത് കൃത്യം ഈ ഒരു ഇതിലാണുള്ളത്. അല്ല അങ്ങനെയല്ല, നമുക്ക് എന്തായാലും കുറച്ച് പ്രശ്നമുണ്ടല്ലോ ഇതിലെ കൂടി പോകുമ്പോൾ നടക്കുമ്പം. എന്നിട്ട് നമ്മളത് ഒരു കണക്ക് കൂട്ടുന്നില്ല. കണ്ട നമ്മളൊരു കണക്ക് കൂട്ടില്ല അവർ. റിയലി ശരിക്കും അങ്ങനെയില്ല. എന്നിട്ട് അവർക്ക് ഇതിനേക്കാളും വലുതാണ്, നമ്മളെക്കാളും വലുതാണ്. ഇതിനത്ര ശരിക്കുമ്പോൾ അവരുണ്ട്, ഇതിനത്രയുണ്ട്. ഒന്നും വേണ്ട, ഇവൻ്റെ അത്ര അവരുണ്ട് റിയലി. എന്നിട്ട് അവർക്കിത് ബാധകമാണ്. അത്രേ ഉള്ളൂ. ഞാൻ 2 എടുക്കട്ടെ. ഫുൾ സെറ്റായി ഗൈസ്. എന്നിട്ട് ഇവിടെ രണ്ടോളം പണിയെടുക്കുന്നില്ല. എന്താ കാലത്ത് അതൊന്നും ശരിയാകട്ടെ. പണിയെടുക്കാൻ നോക്കരുത് ഗൈസ്. ഒന്നുകൂടി വെച്ചോട്ടെ ഗൈസ്, ഒന്നുകൂടി വെച്ചോട്ടെ. അതൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ പണിയെടുക്കില്ല ഗൈസ്. ഇത് സംഭവം കറിയാത്ത സമാധാനം. അത് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഫുൾ സെറ്റായിട്ടുണ്ട്. അവിടെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം ഉള്ളത്. നമ്മൾ ഫുള്ളായിട്ടാണ് ഫടി അടിയിലുണ്ട്. കൊണ്ടുവന്ന ഞാൻ അടുത്ത കാര്യമില്ല. ഫുള്ളായിട്ട് മാറട്ടെ. വീണ് മതിയായി. നേരത്തെ അടിച്ചു നോക്കുകയാണ് സംഭവിച്ചാൽ. ഇതാ വില്ലേജറിൻ്റെ വേറെ അടുത്ത സാധനം ഈ സാധനം കമ്പോസ്റ്റ് എന്നാ അതിൻ്റെ പേര്. അത് മറന്നുപോയി. വീഴല്ലേ വീഴില്ലേ നോക്കണേ. നിൽക്കട്ടെ. അടുത്ത് നമ്മളൊരു വീടുണ്ടാക്കാം. യൂസ് റോഡ് സെറ്റാക്കണം. ഇവിടെ അടുത്ത് നല്ല സെറ്റാക്കി ഫുൾ പവറാക്കി എടുക്കണം. രണ്ടോളം അത്ര ആവാത്തേ. അതെന്ത് സംഭവം? അത് ഫുൾ അപ്ഡേറ്റ് ഗെയിമിൽ നോക്കട്ടെ. ഇനി പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലാണോ, അല്ലെങ്കിൽ നമ്മളോട് നിൽക്കുന്നുണ്ടാണോ? ഒരു കാലം എനിക്ക് മനസ്സിലായി മോനെ. ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഒന്നോ അവിടെ ഉണ്ടായിരുന്നു. ഇത്ര ഇല്ല നോക്കട്ടെ. വീട്ടിൽ ഇടയ്ക്ക് നോക്കുമ്പോൾ കൊണ്ട് അവിടുത്തെ സംഭവമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നോക്കി കൂട്ടാൻ പോയിട്ട് അവിടെ ക്യാരറ്റ് ഉണ്ടോ. പാട്ടിത്തോണ്ടി പാറി 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 ഓടറാ 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 വേഗം ഓടറാ വേഗം ഓടറാ വേഗം ഓടറാ വേഗം ഓടറാ. സമയം എടുക്കുന്നതിന് മതിയല്ലേ. ഇങ്ങനെ എനിക്ക് മതിയാ കേസ്. ഇങ്ങനെ എനിക്ക് മതി. ഹൈറ്റ് ദിസ് വൺ ദിസ് അങ്ങനെ കറന്നുറങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ സമയം 49 മിനിറ്റായി. ഞാനിത് എന്താക്കുന്നത് എനിക്കറിയില്ല. അതൊന്നും അടച്ചിട്ട് വരാം. നമ്മളെ 3ാമത്തെ പിക്കക്സ് തന്നെ കഴിയാൻ വേണ്ടി പോവുകയാണ്. എടാ അയൺ പിക്കക്സ് ഓൺ ഫയറേ. എടാ ഗമ്മ. നമ്മൾ പോയിട്ട് അവിടെ നിന്ന് കേട്ടിട്ടുണ്ടോ മുത്ത് ഞാനങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയും സംഭവിച്ചാൽ കുറേ സമയം നിന്നു. കുറേ സമയം നിന്നിട്ട്
ബെഡെല്ലാം വെച്ച് പുറത്തുണ്ടാക്കുമ്പോണ്ട് അതുപോലെ ഫുള്ള് ഇവർ ആ കുഞ്ഞൊക്കെ വന്നു ഗൈസ്. കുഞ്ഞൊക്കെ ഗൈസ്. യാ ബ്രോ അതുകൊണ്ട് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ സമയം അയാൾക്ക് കുറേ ഇതാക്കിയിട്ട് ഇത്തിരി ആക്കി ഇവർ ബാക്കിയും താക്കാത്തത് എനിക്കറിയില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ടും രാത്രി ആകുമ്പോൾ ഇവർ താഴോട്ട് പോകാമല്ലോ. ഇപ്പം തന്നെ പോവോ? അതൊരു പോവാത്ത കുഞ്ഞിപ്പറ്റേ എടാ കുഞ്ഞിപ്പറ്റ പോടി അറിയാം അങ്ങനെ എന്താ അവിടെ വയസ്സ് ഇതാകുന്നുണ്ട്. എൻ്റെ മുട്ടയെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഫുള്ള് സെറ്റാക്കാം. നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ കിട്ടെ രണ്ടാളായിട്ടുണ്ട് ഗൈസ്. കണ്ട ഇതിപ്പോൾ വർക്കിങ്ങാണ്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറാത്ത എന്താ നമുക്കറിയില്ല. അത് നോക്കണം. ഇല്ലെങ്കിൽ പോകാതിരിക്കുന്നു വിചാരിക്കുന്നു. കുറച്ച് നമുക്ക് നോക്കാം ഗൈസ്. വർക്കിങ്ങാണ് ബട്ട് ഫുള്ളായിട്ട് വർക്കായിട്ടില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുമായിരിക്കുമല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറുമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കയറൂടേ. കറി കളിക്കാതെ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല പോയി. പക്ഷേ സൂപ്പറാവേ. സൂപ്പറാവേ. പറയാനോ സൂപ്പറായാൽ സൂപ്പറാവും. ആദ്യം കണ്ടത് തിങ്കളാഴ്ച, കണ്ടത് ചൊവ്വാഴ്ച, കണ്ടത് ബുധനാഴ്ച. നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. വില്ലേജ് ബ്രീഡർ ഫാം അങ്ങനെ ഞാൻ അവസാനം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളെ FTT കാലനല്ലേ FT ഗെയിമറും അതേപോലെ തന്നെ കുതിയാണ്. ഇവർ രണ്ടാളും വിളിച്ചാണ് ഗൈസ് തന്നെ ഉണ്ടാക്കിയത്. അപ്പം 3 ആളായിട്ടുണ്ട് ഗൈസ്. ഇവരെന്ത് 4 ആളായിട്ടുണ്ട്. ബട്ട് ഇവർ രാത്രി ആവുന്നവരെ കാത്തുക്കണം. 1 മിനിറ്റ് രാത്രി ആവുന്നവരെ കുറച്ച് കാത്തുകിട്ടുന്നു. ഇവിടെ നമുക്ക് സ്ലീപ്പിംഗ് ടൈം സെറ്റ് ചെയ്യാം. കാത്തുകൊണ്ട് വരും. അപ്പോൾ ഗൈസ് 3 എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ പാട്ട് നമുക്ക് ഇടാം ഗൈസ്. അപ്പം വില്ലേജ് ബ്രീഡർ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെങ്ങനെ സെറ്റാവാൻ നോക്കിക്കോട്ടെ. പാത്തോളൂ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ബൈ. ഇതിൻ്റെ പാട്ട് എത്രാമത്തെ പാട്ടാണോ എന്തോ ഇത് നിങ്ങൾ കാണാൻ കഴിയും. ഇതിൻ്റെ പാട്ട് ബാക്കി എന്തെങ്കിലും ഇടുന്നതായിരിക്കും. നമുക്ക് അടുത്തത് ഏതെങ്കിലും ഫാം ഉണ്ടാക്കണം നോക്കട്ടെ. പുല ക്യാരക്ടർ അല്ല മൂജി പുല ക്യാരക്ടർ ഫാമില്ലേ. എന്ന് വെച്ചാൽ അതിനേക്കാൾ വർക്കിംഗ് ആയിട്ടുള്ള അടിപൊളി ഫാം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ടേ. ആക്കാൻ നമുക്ക് നോക്കട്ടെ. രാത്രിയാകുമ്പോൾ ഇരുന്നാലും ഒരു ഇടത്തിനൊന്നും വലുതാവലാണോ വീട്? എടാ മുത്തളെ ഇങ്ങോട്ട് വാ. ഫുള്ളായി പൊട്ടില്ല. 7 പൊട്ടുണ്ട്. 7 ആക്കാനെ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. അതിനെ 5 ആൾക്കാരെ വെച്ച് നിൽക്കാൻ പറ്റും. 5 ആൾക്കാരെ കൊണ്ടാക്കാൻ പറ്റും. നമുക്ക് നേരം തിരിച്ച് പോവാം. ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നു. നിൽക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രയുള്ള സൈക്കിൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ബൈ. അതിൻ്റെ പാട്ട് നമുക്ക് 1 മണിക്കൂറായി അടുത്ത്. നമുക്കിതെങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്നും അറിയില്ല. അടിക്കുന്നൊന്നും അറിയാത്തൊരു മോണ്ടായി പോയാണ്. നമുക്കൊന്ന് രാത്രി അങ്ങനെ കാത്ത് ഗൈസ് ഒന്ന് സംഭവിക്കാൻ നോക്കാം. നമുക്ക് ഗൈസ് താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ട് പോകുന്നു കണ്ടു ഗൈസ്. താഴോട്ട് പോയാ ഗൈസ്. ഞാൻ കണ്ടു നേരത്തെ ഞാൻ കണ്ടത്. അതാ വർക്കായിരിക്കുന്നു. ഒരുത്തിനെ കണ്ടു. എടാ മോളെ എന്തൊക്കെയാണ് സുഖല്ലേ? സുഖല്ലേടാ? ഒരാളായിട്ടുണ്ട്. എപ്പോഴാവുന്നതായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ശരി ബൈ.